സദൃശവാക്യങ്ങൾ അധ്യായം 24. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമേൻ. ദുഷ്ടന്മാരെ കുറിച്ച് അസൂയ തോന്നരുത്, അവരോടൊത്തുകൂടുവാൻ ആഗ്രഹിക്കുകയുമരുത്. അവരുടെ മനസ്സ് അക്രമമാണ് ചിന്തിക്കുന്നത്, അവരുടെ അധരങ്ങൾ തിന്മ സംസാരിക്കുന്നു. ജ്ഞാനത്താൽ ഭവനം പണിയപ്പെടുന്നു, വിവേകത്താൽ അത് മുഴുവൻ ക്രമത്തിലായിരിക്കുന്നു. പരിജ്ഞാനത്താൽ അതിൻ്റെ അറകളെല്ലാം ധനവും മാനവും ആനന്ദവും നിറഞ്ഞിരിക്കുന്നു. ബലവാനേക്കാൾ ഉത്തമൻ ബുദ്ധിമാൻ, വിജ്ഞാനമുള്ളവൻ ശക്തിപരാക്രമമുള്ളവനിലും ശ്രേഷ്ഠൻ. വൈരാഗ്യത്തോടെ യുദ്ധം ചെയ്യുന്നു, ആലോചനയുടെ ആധിക്യത്തിലാണ് വിജയം. വിജ്ഞാനം ഭോഷന് അകലെയാണ്, അതിൻ്റെ വാതിൽ അവൻ തുറക്കുകയില്ല. തിന്മ ചെയ്യുവാൻ ആലോചിച്ചു കൊണ്ടിരിക്കുന്നവൻ അധർമ്മി എന്ന് വിളിക്കപ്പെടുന്നു. ഭോഷന്റെ ആലോചനയെല്ലാം പാപമാകുന്നു, തിന്മയാണ് മനുഷ്യന്റെ മാലിന്യം. അനീതിപരന്മാരെ ഞെരുക്കകാലത്ത് തിന്മ കൂട്ടിക്കൊണ്ടുപോകും. കൊലയ്ക്കായി കൊണ്ടുപോകുന്നവരെ രക്ഷിപ്പിൻ. കൊലയ്ക്കായി പിടിച്ചു വയ്ക്കപ്പെട്ടവരെ വിലക്കെടുക്കുവാൻ നീ മടിക്കരുത്. എനിക്കറിഞ്ഞുകൂടാ എന്നാണ് നീ പറയുന്നതെങ്കിൽ, ഹൃദയാന്തർഭാഗത്തെ ആലോചന ദൈവം പരിശോധിക്കുന്നുവെന്നും നിന്റെ ജീവൻ കാത്തുകൊള്ളുവാൻ അവനറിയാമെന്നും നീ അറിഞ്ഞുകൊള്ളുക. താൻ ഓരോരുവനും പ്രവൃത്തിക്കൊത്ത പ്രതിഫലം കൊടുക്കും. എൻ്റെ മകനെ, തേനാഹരിക്കുക, അത് നല്ലതാണ്. തേൻകട്ട നിന്റെ വായിൽ മധുരമായിരിക്കും. ഇങ്ങനെ തന്നെ നിന്റെ മനസ്സിന് വിജ്ഞാനത്തെയും കണ്ടെത്തണം. നിനക്ക് ശുഭപര്യവസാനമുണ്ടാകും, നിനക്ക് നിരാശയുണ്ടാകുകയില്ല. അധർമ്മി നീതിമാന്റെ വാസസ്ഥലത്ത് പതിയിരിക്കരുത്, അവൻ്റെ ഭവനം കൊള്ള ചെയ്യരുത്. എന്തെന്നാൽ നീതിമാൻ 7 പ്രാവശ്യം വീണാലും അവൻ എഴുന്നേൽക്കും. ദുഷ്ടന്മാർ തിന്മ മൂലം മറിച്ചിടപ്പെടും. നിന്റെ ശത്രുവിൻ്റെ പതനത്തിൽ നീ സന്തോഷിക്കരുത്, അവൻ മറിച്ചിടപ്പെടുമ്പോൾ നിന്റെ മനസ്സാഹ്ലാദിക്കുകയുമരുത്. പക്ഷേ ദൈവം അത് കണ്ടിട്ട് തനിക്ക് അനിഷ്ടം തോന്നി അവനിൽ നിന്ന് കോപം മാറ്റിയേക്കാം. തിന്മപ്പെട്ടവരെ കുറിച്ച് നിനക്ക് അസൂയയും അനീതിക്കാരെ കുറിച്ച് വൈരാഗ്യവും തോന്നരുത്. എന്തെന്നാൽ ദുഷ്ടന്മാർക്ക് നല്ല അവസാനം ഉണ്ടാകുകയില്ല തന്നെ. അനീതിപരന്മാരുടെ ദീപം കെട്ടുപോകും. എൻ്റെ മകനെ, ദൈവത്തെ ഭയപ്പെട്ട് വാഴുക. അധർമ്മികളോടുകൂടെ നീ സംസർഗം ചെയ്യരുത്. എന്തെന്നാൽ അവരുടെ തകർച്ച പെട്ടെന്നാണ്, അവരുടെ ആയുസ്സിൻ്റെ സീമ ആരറിയുന്നു. ജ്ഞാനമുള്ളവരോട് ഞാൻ പറയുന്നു, വിധിയിൽ മുഖപക്ഷം നോക്കുന്നത് നന്നല്ല. അക്രമിയോട് നീ നീതിമാനാണെന്ന് പറയുന്നതും നന്നല്ല. ജാതികൾ അവനെ ശപിക്കും, ജനങ്ങൾ അവനെ പരിഹസിക്കും. ശിക്ഷണം നൽകുന്നവർ സന്തോഷിക്കും, അവരുടെ മേൽ സമൃദ്ധമായ വാഴ്വുണ്ടാകും. ശാസനം നൽകുന്നവരുടെ അധരങ്ങളെ അവർ ചുംബിക്കും. ആദ്യം തെരുവിലെ ജോലികൾ ക്രമപ്പെടുത്തുക, വയലിലെ പണികളും തീർക്കുക. പിന്നീട് വീട് പണിയുക. നിന്റെ സഖാവിനെതിരായി
നീ കള്ളസാക്ഷ്യം പറയരുത്. നിന്റെ അധരങ്ങളാൽ അവനെ വഞ്ചിക്കരുത്. അവൻ എന്നോട് ചെയ്തതുപോലെ ഞാൻ അവനോട് ചെയ്യും. അവൻ്റെ പ്രവൃത്തിക്ക് അനുസരണമായി ഞാൻ പ്രതികാരം ചെയ്യും എന്നും നീ പറയരുത്. അലസന്റെ വയലിലൂടെയും ബുദ്ധിശൂന്യൻ്റെ തോപ്പിൽ കൂടെയും ഞാൻ കടന്നുപോയി. അവ മുഴുവൻ പറക്കാര കയറി കിടക്കുന്നു. അത് മുഴുവൻ കളകൾ കയറി മൂടിയിരുന്നു. കടൽ ഭിത്തികൾ തകർന്നു വീണ് കിടക്കുന്നു. ഞാനിത് കണ്ട് ചിന്തിച്ച് എനിക്കൊരു ഗുണപാഠവും കിട്ടി. അല്പം കൂടി മയങ്ങാം, അല്പം കൂടി ഉറങ്ങാം, അല്പം കൂടി നെഞ്ചത്ത് കയ്യും കെട്ടിയിരിക്കാം. ഇങ്ങനെയായാൽ ദാരിദ്ര്യം നിന്റെ മുമ്പിൽ നടക്കും. സന്ദേശവാഹകനെ പോലെ നിർധനാവസ്ഥ നിന്നെ എത്തിപ്പിടിക്കും. ശലോമോന്റെ സദൃശവാക്യങ്ങൾ സമാപ്തം. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോർ.